ഇന്ന് ഞാനൊരു സാരി ബ്ലൗസ് പ്രിൻസസ് കട്ട് സാരി ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന മെറ്റീരിയൽ ഇതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് സാരിയുടെ മെറ്റീരിയൽ വരുന്നത്. ഇത് 6 മീറ്റർ ഉണ്ട്. ഇതിൻ്റെ തന്നെ സെയിം മെറ്റീരിയൽ വെച്ചിട്ടാണ് കേട്ടോ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഈ ഒരു ബ്ലൗസ് എടുക്കാൻ പോയത് തൃശ്ശൂർ പുത്തമ്പള്ളിയുടെ അടുത്തുള്ള ക്യൂനിൽ നിന്നാണ്. അപ്പോൾ അവിടെ ഒരുപാട് റണ്ണിങ് മെറ്റീരിയൽസ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ദേ ഞാൻ എടുത്ത മെറ്റീരിയലിൻ്റെ തന്നെ 2 ടൈപ്പ് അവൈലബിൾ ആയിരുന്നു. ഇത് ത്രൂ ഔട്ട് ഈ ഒരു തിളങ്ങണ മെറ്റീരിയൽ വരുന്നത്. ഇത് ആ തിളങ്ങണ മെറ്റീരിയൽ അടുപ്പിച്ച് വരുന്നത് കണ്ടില്ലേ. എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായത് ഞാനെടുത്ത മെറ്റീരിയലാണ്. അപ്പോൾ ഇത് 6 മീറ്ററാണ് സാരിക്ക് വേണ്ടി മുറിച്ചത്. അതിനുശേഷം പ്രിൻസസ് കട്ടിനുള്ളത് സെപ്പറേറ്റ് മുറിച്ച് വാങ്ങിച്ചു. ഈ ഒരു മെറ്റീരിയലിൻ്റെ തന്നെ പല കളർ ഷെയ്ഡുകൾ അവൈലബിൾ ആയിരുന്നു കേട്ടോ. കണ്ടില്ലേ, അത് ഇത്രയും കളേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. അതോടെ എനിക്ക് തന്നെ ഡൗട്ടായിരുന്നു ഇത് ഏതെടുക്കണമെന്ന്. അപ്പോൾ ഇതിൻ്റെ തന്നെ 2 പാറ്റേൺ വെച്ചെല്ലാം അവൈലബിൾ ആയിരുന്നു കേട്ടോ, ഞാൻ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഇതിനെനിക്ക് തോന്നണേ പെർ മീറ്റർ 99 രൂപ എങ്ങാണ്ടായിരുന്നു. എനിക്ക് കറക്റ്റ് അറിയില്ല, ഓൾമോസ്റ്റ് അത്രേ വരുന്നുള്ളൂ. ഇതിൽ ആ മെറൂൺ കളറും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ചുരിദാറിന് വേണ്ടിയിട്ട് എടുത്തതാണ്. അങ്ങനെ നമ്മൾ 6 മീറ്ററും അതുപോലെ തന്നെ പ്രിൻസസ് കട്ടിനുള്ളതൊക്കെ മുറിച്ച് വാങ്ങിച്ചു. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് സാരിയായിട്ട് തന്നെ ഓൺലൈനിൽ കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്നൊരു ഞാനിപ്പോൾ വാങ്ങിച്ചതിൽ ഒരു 100 രൂപയോ 110 രൂപ എങ്ങാണ്ട് കുറവിലാണ് ഓൺലൈനിൽ ഞാൻ ഫുൾ സാരി ആയിട്ട് കണ്ടേ. മേ ബി അത് ഈ നമ്മൾ ഏറ്റവും ഉൾഭാഗത്തേക്കൊക്കെ പോകില്ലേ, അവിടെ ചിലപ്പോൾ പ്ലെയിൻ ആയിരിക്കും, അറിയില്ല. പിന്നെ ഡെലിവറി ചാർജൊക്കെ വന്നു കഴിയുമ്പോൾ ഓൾമോസ്റ്റ് ഈ റേറ്റിലേക്ക് എത്തുമായിരിക്കും, അറിയില്ല കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ പ്രിൻസസ് കട്ടിൻ്റെ എല്ലാ മെഷർമെൻറ്റ്സും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ, പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ട് ബിഗിനേഴ്സിനൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന മെത്തേഡാണ് ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചെയ്യുന്നൊരു മെത്തേഡാണ് നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്തിരിക്കുന്നത്. എല്ലാവരും പല മെത്തേഡിലായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഏറ്റവും സിമ്പിളായിട്ടൊരു മെത്തേഡ് ചാനലിലുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ ഇത് നമ്മൾ ബാക്ക് ഓപ്പൺ ആയിട്ടാണ് കേട്ടോ ചെയ്യണേ. അപ്പോൾ ഇത് ബാക്ക് പോർഷനാണ്. ബാക്കിൽ നെക്ക് ഞാൻ കൊടുത്തിരിക്കണേ സ്ക്വയർ യു പോലെ, ആ ഒരു കോർണർ മാത്രം ജസ്റ്റ് ഒന്ന് കർവ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഇതാണ് ഫ്രണ്ടിൽ ആ പ്രിൻസസ് കട്ട് വരുന്ന ഭാഗം. ഈ ഒരു പ്രിൻസസ് കട്ട് ബ്ലൗസ് എനിക്ക് തോന്നുന്നത് വളരെ സിമ്പിളാണ്. നോർമൽ ബ്ലൗസിനേക്കാൾ ബിഗിനേഴ്സിനൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്നത് പ്രിൻസസ് ആണെന്നാണ് എനിക്ക് തോന്നണേ. കാരണം അതിൻ്റെ കട്ടിങ് ആയാലും സ്റ്റിച്ചിങ് ആയാലും വളരെ സിമ്പിളാണ്. പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുമ്പോൾ ചാർജ് നോർമലിനേക്കാൾ പ്രിൻസസ് കട്ടിനല്ലേ, അതാ ഒരു കട്ടിങ്ങിൻ്റെ ഒക്കെ ചാർജ് ആയിരിക്കും. പക്ഷേ വളരെ സിമ്പിളാണ് കേട്ടോ. ബിഗിനേഴ്സ് ഒന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഞാനൊരു ഫംഗ്ഷന് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫംഗ്ഷന് പോകണേക്കാൾ ഒരു അരമണിക്കൂർ മുമ്പാണ് സ്റ്റിച്ച് ചെയ്ത് കഴിയണത്. അതുകൊണ്ട് തന്നെ ഹെമ്മിങ് ചെയ്യാനൊന്നും ടൈം കിട്ടിയില്ല. നെക്കിൻ്റെ ഭാഗമൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലൗസിൻ്റെ ഫൈനൽ ലുക്ക്. ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം.